ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൗ ടോക്ക്. അപ്പോൾ ഇന്ന് നമ്മളുടെ ലാലേട്ടൻ്റെ വീക്കെൻഡിലെ സെക്കൻഡ് ഡേ ആയിരുന്നു സൺഡേ. അപ്പോൾ ഇന്ന് വളരെ മനോഹരമായതും എന്നാൽ ചെറിയ ഫയറൊക്കെ ഉള്ള ഒരു നല്ലൊരു എപ്പിസോഡായിരുന്നു. കാര്യം ആദ്യം ലാലേട്ടൻ വരുന്നത് ഒരു ഓണത്തിൻ്റെ വിശേഷം പറഞ്ഞിട്ട് ഒരു ഓണം വീഡിയോ വീട്ടിനുള്ളിലുള്ളവർക്ക് കാണിച്ചു കൊടുത്തിട്ടായിരുന്നു. പിന്നെ ഓണപ്പൂക്കളുടെ പേരും കാര്യങ്ങളൊക്കെ എല്ലാവരോടും ചോദിച്ച് നല്ല രസകരമായിട്ട് ഓണത്തിൻ്റെ ഒരു വൈബിൽ ആദ്യം പോയി. പിന്നീട് ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ ആദ്യം ഒരു ഫയർ വരുന്നത് ശരത്തിനോടായിരുന്നു. കാര്യം ശൈത്യ തൻ്റെ ജീവിതകഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കൂടെയുള്ളവർ ആര്യനും ശരത്തും ഒക്കെ ഇരുന്ന് ചിരിക്കുന്നതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വരുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഷാനവാസിന് ഇന്ന് നല്ല ഫയറായിരുന്നു. കാര്യം നമ്മുടെ ഷാനവാസ് ഒരു ടോപ്പിക് ഇട്ടിട്ടുണ്ടായിരുന്നു. അക്ബറിൻ്റെ നോട്ടം, ജിസേലിന് നോക്കുന്ന നോട്ടം ശരിയല്ല എന്നുള്ള രീതിക്ക്. ശരിക്കും അത് കേട്ടപ്പോൾ അക്ബർ ഞെട്ടിപ്പോയി, ജിസേലും അതേപോലെ ഞെട്ടിപ്പോയി. ഇതൊരു ടോക്ക് വീട്ടിനുള്ളിൽ വെച്ചിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അത് ലാലേട്ടൻ എടുത്ത് പറയുകയും ചെയ്തു. ശരിക്കും ഷാനവാസിന് തോന്നുന്ന കാര്യമാണ് പറയുന്നത്. മീൻസ് അവിടെ എന്താണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഷാനവാസിൻ്റെ ഉള്ളിൽ എന്താണോ അതാണ് ഷാനവാസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു എന്നൊരു ചീപ്പ് സ്ട്രാറ്റജിയാണ് ശരിക്കും ഷാനവാസ് അവിടെ കാണിക്കുന്നത്. ഇതേ ഷാനവാസാണ് ഫസ്റ്റ്, അതായത് ആദ്യത്തെ വീക്കെൻഡ് എവിക്ഷനിൽ ജിസേലിനെ നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞ കാരണം ഇതായിരുന്നു. ജിസേലിൻ്റെ വസ്ത്രധാരണം ശരിയല്ല എന്നുള്ള പേരിലാണ് ജിസേലിനെ നോമിനേറ്റ് ചെയ്തത്. ആ ഷാനവാസാണ് ഇന്ന് പലരുടെയും നോട്ടം, ജിസേലിൻ്റെ അടുത്തുള്ള പലരുടെയും നോട്ടം ശരിയല്ല എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഷാനവാസ് ഒരു വൃത്തികെട്ട ഒരു കാർഡല്ലേ അവിടെ എടുക്കുന്നത്. അത് ഭയങ്കര മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് ലാലേട്ടൻ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ഒരു പോയിന്റ് പറയേണ്ട ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു ചീപ്പ് സ്ട്രാറ്റജി എന്തായാലും അത് ലാലേട്ടൻ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അത് അടിപൊളിയായിരുന്നു. അതിനുശേഷം വന്നത് നമ്മുടെ അക്ബറിൻ്റെ പാരഡി പാട്ടുകളായിരുന്നു. ഓരോരുത്തരെ കുറിച്ചും ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതിക്കാണ് അവരുടെ ക്യാരക്ടേഴ്സും അവിടെ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഭയങ്കര രസകരമായിട്ട് അക്ബർ പ്രസൻറ്റും ചെയ്തു, എല്ലാവരും ആസ്വദിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് അതിൽ ആർക്കും ഒരു വിരോധമോ ഒരു കുറ്റമോ അല്ലാതെ ഒരു കൊള്ളലോ ഒന്നും തോന്നിയിട്ടില്ല. നല്ല രീതിക്ക് അത് പ്രസൻറ്റ് ചെയ്തു. അതായിരുന്നു ശരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ ഭയങ്കര എൻ്റർടൈനിങ് എന്ന് പറയുന്നത് ആ ഒരു സാധനമായിരുന്നു. അതിനുശേഷം വരുന്നത് പിന്നെ വീട്ടിനുള്ളിൽ കുറച്ച് ചെറിയ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ശരത്തും ശൈത്യയും തമ്മിൽ സംസാരിച്ച ഒരു കാര്യം ലാലേട്ടൻ എടുത്തിടുന്നുണ്ട്. എന്താണ്, അനുമോൾ ഇതുപോലെ ശരത്തിൻ്റെ കാലിൽ തൊട്ട് തൊഴുതുന്നു, അതെന്തോ കൂടോത്രമാണെന്നോ അങ്ങനെ എന്തോ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയില്ല. അതിനുള്ളിൽ അവർ സംസാരിക്കുന്ന കാര്യം ലാലേട്ടൻ അതും എടുത്തിടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പുറത്തെന്താ നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്കും അറിയാൻ പാടില്ല. അപ്പം ആ കാര്യം അതുപോലെ സംസാരിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. അതിനുശേഷം ശരിക്കും ഒരു രസകരമായിട്ടുള്ള ഗെയിമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓരോ പേരുകൾ എഴുതിയിട്ട് അവരുടെ ഓരോ ക്യാരക്ടേഴ്സും മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ആർക്കാണോ കിട്ടുന്നത് അങ്ങനെ വെച്ചിട്ട് നല്ലൊരു പേരുകൾ കൊടുത്തിട്ട് എല്ലാവർക്കും ഓരോ പേരുകൾ കൊടുത്ത് മൊട്ട തലയിൽ വെച്ചിട്ടൊരു രസകരമായൊരു സംഭവമായിരുന്നു. അതും എല്ലാവരും അടിപൊളിയായിട്ട് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റായിട്ട് പറയേണ്ടത് എവിക്ഷനായിരുന്നു. എവിക്ഷനും നല്ല അടിപൊളിയായിട്ട് ഒരു ഗ്ലാസ് കണ്ണാടിയൊക്കെ കൊടുത്തിട്ട് അതിനുള്ളിൽ എടുത്തു മാറ്റുന്ന രീതിക്കായിരുന്നു അവർ അതും പ്രസൻറ്റ് ചെയ്തിരുന്നത്. അതും നല്ല രസകരമായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ശാരിക എവിക്റ്റ് ആവും എന്ന് അവിടെ ഉള്ളവർ വിചാരിച്ചില്ല. രേണുവിനായിരുന്നു ഏറ്റവും വിഷമം. അവിടെ നിന്ന് കരയുന്നൊക്കെ ഉണ്ടായിരുന്ന രേണുവായിരുന്നു. കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അവർ തമ്മിലായിരിക്കാം, അതുകൊണ്ടായിരിക്കും രേണു അത്രയും കരയേണ്ട ആവശ്യം. അപ്പം ശാരിക പോയതും എല്ലാവർക്കും ഭയങ്കര ഒരു വിഷമമുണ്ടായിരുന്ന കാര്യമാണ്. എവിക്റ്റ് ആവുമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ലാസ്റ്റായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അടുത്ത വീക്കെൻഡിൽ ലാലേട്ടൻ ഉണ്ടാകില്ല, വേറൊരു വഴിക്കായിരിക്കും നിങ്ങളെ മീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞതായിരിക്കും. ശരിക്കും അത് കേട്ടപ്പോൾ എന്തായിരിക്കും, ലാലേട്ടൻ എവിടെ പോയതായിരിക്കും, അല്ലെങ്കിൽ ലാലേട്ടൻ ഇനി എങ്ങനെയായിരിക്കും അവരെ മീറ്റ് ചെയ്യുക എന്നുള്ള ചെറിയ ക്യൂരിയോസിറ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിവൻ നാളെ മുതൽ നമ്മൾ കാണാൻ പോകുന്ന അടുത്ത നോമിനേഷനാണ്. എന്തായാലും നമ്മുടെ ആര്യനെ ചെരുപ്പെറിഞ്ഞതിൻ്റെ പേരിൽ ഡയറക്റ്റ് നോമിനേഷനിൽ ലാലേട്ടൻ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി നാളെ മുതൽ ആരൊക്കെയായിരിക്കും നോമിനേഷനിൽ വരിക എന്നും ഇനി അടുത്ത കളികൾ എങ്ങനെയാണെന്നും കാണാതിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം അക്ബറിൻ്റെ ഗെയിം പ്ലാനൊക്കെ ഇനി മാറ്റുമോ, അവൻ്റെ ദേഷ്യവും കാര്യങ്ങളും ഒക്കെ മാറ്റി പുതിയൊരു മുഖം കാണാൻ പറ്റുമോ, അതോ ഇനിയിപ്പോൾ ഷാനവാസിൻ്റെ അടുത്ത ഇനി സ്ട്രാറ്റജിയൊക്കെ ഇനി വർക്കാകുമോ, നമ്മുടെ അനുമോളുടെ കൂടോത്രം ഇനി അവിടെ വലിക്കുമോ എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതായിട്ട് തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് നാളെ അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോഴേക്കും ബൈ ബൈ.